വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 52 ഉയർന്നു. കനത്ത മഴയെ തുടർന്ന് അമർനാഥിലേക്കുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വിനീത വിജി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ അമർനാഥ് യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ വന്നത്? വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം ഈ ഒരാഴ്ചത്തേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അസം ഉൾപ്പെടെയുള്ള അസം, അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ കനത്ത മഴയുണ്ടാകുമെന്നാണ് അറിയിപ്പ്. തുടർന്നാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നദീതീരങ്ങളുടെ സമീപത്തും മറ്റും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ അമർനാഥിലേക്കുള്ള യാത്ര അത് താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ്. കനത്ത മഴ ആ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുന്ന ആളുകളുടെ, അതായത് തീർത്ഥാടകരുടെ ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിലാണ് കുറച്ച് ദിവസത്തേക്ക് താൽക്കാലികമായി യാത്ര നിരോധിച്ചത് എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. എസ് കെ എൻ.